ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡ് വ്യൂ ഉള്ള ഒരു ലുക്കാണ്. ഒരു പെണ്ണിൻ്റെ ലുക്കാണ്. ഒരു മിഡിൽ ഏജ് ഒരു സ്ത്രീയുടെ ലുക്കാണ്. പിക്ചറിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടത്, എനിക്ക് തോന്നുന്നത് അതൊരു സ്മൈലുമാണ്. പക്ഷേ എന്നാൽ അതൊരു ചെറിയ ഒരു പെയിൻ ഉള്ള പോലെ, ഇങ്ങനെ ആ ഫേസിൽ ഒരു വിഷമമുള്ള പോലെയുള്ള ഫേസാണത്. ഞാൻ നമുക്കൊന്ന് ട്രൈ നോക്കാം. പിന്നെ എൻ്റെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു വാക്കിലൂടെയാണ്. പ്രാക്ടീസ് ചെയ്യുക, എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ പടം വരയ്ക്കുന്ന ഒരു മൂഡല്ല കുറച്ച് നേരം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് മാറിക്കഴിയുമ്പോൾ. കാരണം നമ്മളങ്ങനെ മൂഡിങ്ങനെ നമ്മുടെ മൂഡ് ചേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറേ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മോശം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ വരയ്ക്കണ്ടെന്ന് തോന്നിയാലും ആരെങ്കിലും ഒരാൾ നിർബന്ധിച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് അത് വരച്ചു കൊടുക്കാൻ പറ്റും. കാരണം അത് പ്രാക്ടീസിലൂടെ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇന്ന് ഞാൻ വരയ്ക്കുമ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വർക്കിനെ കുറിച്ചാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ഫീൽഡ് എപ്പോഴും തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ടാണ് ഞാൻ മനസ്സിലിങ്ങനെ കണ്ടേക്കണേ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോബാണ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം നല്ലോണം പഠിക്കുക, അല്ലെങ്കിൽ നല്ലോണം മെനക്കെട്ടിട്ട് നമ്മളൊരു പോസ്റ്റിൽ കയറി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അങ്ങോട്ട് ലൈഫ് നമ്മുടെ ഒരു 66 വയസ്സ് വരെ നമ്മൾ സെറ്റാകണേണ് അങ്ങോട്ട്. അത് മിക്ക ആൾക്കാരും ഗവൺമെൻറ് ജോബിനാണ് പ്രിഫർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഫസ്റ്റ്. അത് മാറ്റാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് വരുന്നതാണ് എന്നെപ്പോലെ, എന്താ പറയുക, ഈ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരാൾ. വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എംപ്ലോയിഡാണ്, ബിസിയാണ്. അതുകൂടാതെ നല്ലൊരു പേ ഔട്ടും നമ്മുടെ പോക്കറ്റിൽ വരും. നേരെ മറിച്ച് നമുക്ക് എങ്ങാനും ഒരു ലാഗിങ് വർക്കിന് വന്നു കഴിഞ്ഞാൽ, അതായത് വർക്ക് കുറച്ച് കാലത്ത് കിട്ടാതെ ഇരുന്നാൽ നമ്മൾ പ്യുവർ അൺഎംപ്ലോയ്മെൻറ്റിലേക്കാണ് പോണത്. അതുകൊണ്ട് നമ്മളെപ്പോഴത്തെ ആൾക്കാർ എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും സെറ്റാക്കി വയ്ക്കും. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇല്ലെങ്കിൽ സെറ്റാക്കി വെക്കണം. അതായത് ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പുറത്തെ കളത്തിലേക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പറയണത് കേട്ടോ. അത് എന്നെ പോലത്തെ, അതായത് സ്ഥാപനം നടത്തി പണിക്കാരെ വെച്ച് ചെയ്യുന്ന ആളുടെ കാര്യമാണ് പറയണത്. മൂന്നാമത് വരുന്നതാണ് ഈ സാധാരണ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ സാധാരണ കടകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന. അപ്പോൾ എൻ്റെ സജഷൻ വെച്ചാൽ, ഇത്തിരിയെങ്കിലും ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പൈസ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഒരു കോഴ്സോ എന്തെങ്കിലും പഠിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സ്ഥാനചലനം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഇങ്ങനത്തെ കാറ്റഗറി ആൾക്കാരുടെ അടുത്ത് പറയാറുള്ളത്. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അവർ കുറേ നാൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താ പറയുക, വേറെ അടുത്ത് ജോലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഞാൻ സ്വന്തമായിട്ട് ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരിടത്ത് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പുള്ളി ഒരു 10-35 വയസ്സുണ്ട്, 40 വയസ്സുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ആ പുള്ളിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേട്ടൻ ഇവിടെ എത്ര നാളെ വന്നിട്ട്, അപ്പോൾ നമ്മൾ അറിയണമല്ലോ ഇങ്ങനെ ശമ്പളമൊക്കെ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അത് പ്രൈവറ്റ് ഫേമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഓക്കെ, ഞാൻ ഇവിടെ 15 വർഷമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാൾ 15 വർഷം ഇവിടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ഥാപനം ഗുഡാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഞാൻ പറയണത്, ആ പുള്ളി 15 വർഷമായിട്ടും ആദ്യം മുതലേ സൂപ്പർവൈസർ പണി ഇപ്പോഴും സൂപ്പർവൈസർ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഞാൻ പറയും, വേറെ ട്രൈ ചെയ്തില്ലേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള. പുള്ളി പറഞ്ഞു, ഇവിടെ നിന്ന് ഇപ്പോൾ പേ ഔട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ അന്വേഷിച്ചില്ലാന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ചെറിയൊരിത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ പിന്നീട് കുറേ കഴിയുമ്പോഴത്തേക്കും ആ പുള്ളി പറയണേ, ഇനി ചേട്ടൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറ്റി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വേറെ ജോലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കുറച്ചും കൂടി ഏജ്ഡായ ആൾക്കാർക്ക് ജോലി കിട്ടാൻ കുറച്ച് പാടാണ്.
പിന്നെ അതിന് താഴ്ന്ന ജോലിയിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ചാൽ കഴിവതും നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് താഴെ തട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലോണം എന്തെങ്കിലും ട്രേഡ് പഠിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്തെങ്കിലും ചെയ്ത് അതിനേക്കാൾ കുറച്ചും കൂടി നല്ല പോസ്റ്റിലേക്ക് കയറുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു ഗ്രോത്ത് വരുന്ന ഒരു എന്താ പറയുക പ്രൊമോഷനൊക്കെ കിട്ടുമെന്നൊക്കെ പറയും, ഗവൺമെൻറ് ജോലി പ്രൊമോഷൻ കിട്ടി പോകുന്ന അങ്ങനത്തെ ഒരു ഇത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ സെറ്റാക്കി വെക്കണം എന്ന് ഞാൻ പറയണത്. ഏത് വ്യക്തി ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, എപ്പോഴും അങ്ങനെ സെറ്റാക്കി വെക്കണം എന്ന് ഞാൻ പറയണത്. കാരണം നമ്മൾ എന്താ പറയുക ഒരേ സ്റ്റേബിളായിട്ടുള്ള ഇത് നിൽക്കരുത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു എനർജി തന്നെ ആയിരിക്കില്ല, മനസ്സിലാവണ്ട, ഈ ഒരു ഫ്ലോ ഓഫ് എനർജി ആയിരിക്കില്ല നമ്മുടെ ഉള്ളിൽ എപ്പോഴും. കുറച്ച് കാലം കഴിയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ ഒരു 25 വയസ്സുള്ള പയ്യനായിരിക്കില്ല ഒരു 35 വയസ്സാകുമ്പോൾ. അവനിപ്പോൾ ഫാമിലി ആവും, അവൻ്റേതായ കുറേ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ കയറി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്, നമ്മൾ ട്രേഡ് എന്ത് ട്രേഡ് എടുക്കുന്നു അതിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു ഉയർച്ച സ്റ്റെപ്പ് ഒരു പടി ഉണ്ടായിരിക്കണം സ്റ്റെപ്പ് കയറി പോകാൻ വേണ്ടി. അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു 25 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ജോലിയെ കുറിച്ചുള്ള ടെൻഷനായിരിക്കും. അത് കഴിഞ്ഞിട്ട് കല്യാണം, അത് കഴിഞ്ഞിട്ട് വീട്, പിന്നെ വണ്ടി, അങ്ങനെയൊക്കെ ടെൻഷൻ. കുറച്ച് കാലം കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ആ പുള്ളിക്ക് ജോലി കിട്ടി. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറി. അപ്പോൾ വേറെ ടെൻഷനും കുറേ കയറി വരും. മറ്റേ എന്താ കല്യാണം, വീട്. ആ കല്യാണത്തിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ ടെൻഷനായിരിക്കും. വീട് EMI ആണെങ്കിൽ അത് അവസാനം വരെ ടെൻഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും വേണമല്ലോ ഫാമിലിയായിട്ട് പോകുമ്പോൾ, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഫ്ലോ നിൽക്കുന്നില്ല, നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളിപ്പോഴും ഒരു ഉയർച്ചയിലേക്ക് ഉള്ള ഒരു ജോലി കണ്ടെത്തുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഈ ജോലിയിൽ നിന്ന് തന്നെ നമുക്ക് അപ്പോൾ ഒഴിവാക്കി വിടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ട്രേഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ശരിക്കും ആലോചിച്ചിട്ട് നല്ലൊരു ട്രേഡ് എടുക്കുക എന്നാണ് ഞാൻ എല്ലാവരും സജഷൻ. ഇനിയിപ്പോൾ എടുത്ത ആൾക്കാരാണെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ വൈഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമോ, എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻകം സൈഡിൽ വരുന്ന രീതിയിൽ സെറ്റാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇത് ഏകദേശം ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. യെസ്, ഹലോ. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കാരണം നമ്മുടെ ലൈഫ് മുഴുവൻ അപ്പാടെ മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡിസിഷൻ, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഫ്യൂച്ചറിലേക്ക്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിൻ്റെ ഇൻകം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേ ഔട്ടോ, അല്ലെങ്കിൽ അതിന് പറ്റിയ നമ്മുടെ ഫാമിലിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മുൻകരുതൽ എന്ന് പറയില്ലേ നമ്മുടെ ലൈഫിന്, അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ, ടേക്ക് കെയർ.